ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. 1 പത്രോസ് 5:6. എൻ്റെ പേര് ജൂലി ബോബി. ഞാൻ മുണ്ടക്കയം മേലോരം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എനിക്ക് ജോലി ലഭിച്ചതിനെക്കുറിച്ചാണ്. ഞാൻ ലൈബ്രറിയൻ കോഴ്സ് കഴിഞ്ഞ് ഒരു 6 മാസക്കാലമായി വീട്ടിൽ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ആൻറ്റി എന്നോട് പറഞ്ഞു, നീ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്ക്, അല്ലെ കൃപാസനം എന്നൊരു സ്ഥലമുണ്ട്, നീ അവിടെ ഒന്ന് പോ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇവിടുത്തെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ജോലിയും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, നീ എനിക്ക് ജോലി തന്ന് സഹായിക്കണം, എൻ്റെ മക്കളെ പഠിപ്പിക്കണം, അതുകൊണ്ട് എനിക്ക് നീ ജോലി തരണമെന്ന് ശക്തമായി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് പിറ്റേ ആഴ്ച തന്നെ എൻ്റെ മോൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ എനിക്ക് ജോലിക്ക് വിളിക്കുകയും സെപ്റ്റംബർ 19 ഞാൻ അവിടെ ജോലിക്ക് കയറുകയും ചെയ്തു. ഇപ്പോഴും ഞാനവിടെ 6 വർഷമായി ഞാനിപ്പോഴും അവിടെ ലൈബ്രറിയനായിട്ട് ജോലി ചെയ്യുകയാണ്. പിന്നെ എൻ്റെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മോനെക്കുറിച്ചാണ്. മോൻ 10th ക്ലാസ് പാസ്സായി. അപ്പോൾ നന്നായി പഠിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. അപ്പോൾ മോഡൽ എക്സാമിൻ്റെ സമയത്ത് അവന് 1 ഡിജിറ്റ് മാർക്കൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഹസ്ബൻഡും ഞാനും പരസ്പരം പറയുമായിരുന്നു, ഇവൻ നമ്മളെ നാണം കെടുത്തും, ഇവന് കാരണം മോൾക്ക് നല്ല മാർക്കൊക്കെ കിട്ടിയതാണ്. അപ്പോൾ ഇവന് കിട്ടാതെ വരുമ്പോൾ നമ്മളെ നാട്ടുകാരെല്ലാം പഠിക്കുമല്ലോ, ഇവനൊന്നും പഠിക്കുന്നില്ലല്ലോ എന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പരസ്പരം പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് മാതാവുണ്ടല്ലോ, ഞാൻ ഉടമ്പടി എടുത്തതാണ്, മാതാവ് നമ്മളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ഇവനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വരുമായിരുന്നു. അതിനുശേഷം ജോസഫ് അച്ഛൻ ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ജോസഫ് അച്ഛൻ ഇവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച കാശുരൂപം കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതുമായിട്ടാണ്, ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഞാൻ ഈ ഉടമ്പടി തൈലവും എല്ലാം കൊടുത്തു, ഉപ്പും എല്ലാം കൊടുത്തു വിടും. അപ്പം മോനെ, നീ ഇത് പരീക്ഷയുടെ സമയത്ത് ഇതിൻ്റെ അടുത്ത് തന്നെ വയ്ക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഇവർ കൊടുത്തു വിട്ടത്. ഇവൻ അതുപോലെ തന്നെ എല്ലാം ചെയ്യുമായിരുന്നു. ഞങ്ങൾ 5:30 മണിക്കത്തെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നത് മോന് നല്ല മാർക്ക്, അത് 2 A+ കിട്ടിയാൽ മതി മാതാവേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ റിസൾട്ട് വന്നപ്പോൾ 2 A+ കിട്ടി, ബാക്കി മുഴുവൻ Bയും B+ ആയിട്ട് വന്നു. അങ്ങനെ മോൾ അതുപോലെ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ അവളും നിയോഗം വെച്ചിരുന്നു അവനൊരു 70% മാർക്ക് കിട്ടണം. അതുപോലെ തന്നെ 70% മാർക്കോടെ കുട്ടിക്ക് ജയം കിട്ടി. അതുപോലെ അതിന് മാതാവിനും തൃക്കുമാരനും വളരെയധികം നന്ദി. പിന്നീട് മോള് 10th 12th കഴിഞ്ഞപ്പോൾ അവൾക്ക് മാർക്ക്, ഇവൾ CBSE സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ നന്നായി പഠിക്കണം, നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നന്നായി പഠിച്ചാലേ മാർക്ക് കിട്ടുകയുള്ളല്ലോ CBSEയിൽ. അപ്പോൾ ഞാനും അവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു നാണക്കേടായിരുന്നു വെച്ചാൽ നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാവുമെന്ന്. മാതാവിനോട് മുട്ടിപ്പായി എന്നും പ്രാർത്ഥിക്കും. അത് സ്കൂളിൽ എല്ലാവർക്കും അറിയാം, ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് സ്കൂളിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അപ്പം ടീച്ചേഴ്സൊക്കെ പറയും, മിസ് എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, മാതാവല്ലേ മിസ്സിൻ്റെ കൂടെ ഉള്ളത്, അതുകൊണ്ട് മാതാവ് തരും, അവൾ ജയിക്കും എന്ന്. ഇപ്പോൾ ഓരോ മാർക്ക് വരുമ്പോഴൊക്കെ ഇവർക്ക് കുറഞ്ഞു പോകുന്നതിനുള്ള ഒരു ഭയമാണ് എനിക്ക്. അപ്പോൾ ടീച്ചേഴ്സ് എപ്പോഴും പറയും, മിസ് എന്തിനാ ഈ പേടിക്കുന്നത്, മാതാവല്ലേ ഉള്ളത്. അപ്പോൾ അങ്ങനെ അവർ തന്നെ എനിക്ക് പ്രചോദനം തരികയാണ്. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വാസം വീണ്ടും വർദ്ധിക്കുകയായിരുന്നു. അങ്ങനെ മോൾക്ക് 10th 12th 82% മാർക്കോടെ ജയിക്കാൻ സാധിച്ചു. അതിനുശേഷം ഇവൾ ഹൈദരാബാദിൽ നേഴ്സിംഗ് കോഴ്സ് കിട്ടി. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് സാമ്പത്തികമായി ഇച്ചിരി കടബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വിടാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എന്തായാലും കൊള്ളാം, മാതാവ് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വരുമാനത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തികമായ രീതിയിൽ എത്തിപ്പെടാനുള്ള രീതിയിൽ അവളെ പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിനുശേഷം അടുത്ത രോഗസൗഖ്യമാണ് ഇവർക്ക് പറയാനുള്ളത്. ഇവളുടെ കാര്യം, അവൾക്ക് ഈ കഴിഞ്ഞ ഏപ്രിൽ 2 അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. ഇങ്ങനെ ഇവൾക്ക് ഛർദിയായിരുന്നു, ഛർദി കൂടിയിട്ട് ഒരു വരവും വയ്യ, ആരുമില്ല നോക്കാൻ. 4th year പഠിക്കുന്ന കുട്ടികളാണ് ഇവരെ നോക്കുന്നത്, അവർക്ക് എക്സാമിൻ്റെ ടൈമാണ്. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, എപ്പോഴും ഛർദിയാണ്, ഒരു വകയും കഴിക്കത്തില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന്, ആശുപത്രിയിൽ
അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു വേണ്ട, അഡ്മിറ്റ് ചെയ്യേണ്ട, ഇവിടുന്ന് 1.5 ദിവസത്തെ യാത്രയുണ്ട്. അപ്പം പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടല്ലേ. അപ്പം പോകാനും ആരുമില്ല, എനിക്ക് സ്കൂളിലും പോകണം, ആകെ പാടെ പ്രശ്നമായി. അപ്പം അവസാനം അവർ വിളിച്ചു പറഞ്ഞു എത്രയും പെട്ടെന്ന് കൊണ്ടുപോയിക്കോളാം. ഞങ്ങൾ പിന്നെ പറഞ്ഞു എന്നാൽ ഇങ്ങോട്ട് അയച്ചേക്കാൻ പറഞ്ഞു. ട്രിപ്പിടും, കുറയും, വീണ്ടും ഇത് തന്നെ അവസ്ഥ, ഛർദി തന്നെ ഛർദി. പിന്നീട് ഞങ്ങൾ അവർ പിന്നെ ഫ്ലൈറ്റിൽ കയറ്റി ഇങ്ങോട്ട് വിടുകയായിരുന്നു. പിന്നെ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവന്നു. അതിനുശേഷം നാട്ടിൽ കാണിച്ചു, ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെയും ഇത് തന്നെ അവസ്ഥ, കൊണ്ടുപോകും, അതിനുശേഷം വീണ്ടും ഛർദി, മരുന്ന് കഴിക്കാനും മാറുന്നില്ലാത്ത അവസ്ഥ. അവസാനം ചെത്തിപ്പുഴ സെൻറ്റ് തോമസ് കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എൻഡോസ്കോപ്പി ചെയ്തു. എൻഡോസ്കോപ്പിയുടെ റിസൾട്ട് വന്നപ്പോൾ ഈ ഈസോഫഗസ് ഏരിയയിൽ ഈ ഭാഗത്ത് പൂപ്പലുണ്ടെന്നാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ വരുന്നതെന്ന് ഡോക്ടർമാർ ആകെ ബുദ്ധിമുട്ടുക. അന്നേരം പറഞ്ഞു സാധാരണ പ്രായമുള്ളവർക്കാണ് ഇത് വരുന്നത്, പിന്നെ അല്ലെങ്കിൽ കോവിഡ് വരണം, അങ്ങനെയുള്ളവർക്ക് ഇത് വരത്തുള്ളെന്ന് പറഞ്ഞു. ഇത് രണ്ടും ഇല്ല, പ്രായവുമില്ല, കോവിഡ് വന്നിട്ടുമില്ല കുട്ടിക്ക്. അപ്പോൾ ഇത് രണ്ടുമല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കാനായി മാതാവ് ഒരുക്കിയതാണെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. അപ്പോൾ ഞാൻ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളതാണ്. അപ്പോൾ എനിക്ക് ചില സമയത്ത് സൗണ്ട് കിട്ടത്തില്ല, കൂടുതൽ തണുപ്പടിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. അപ്പം അപ്പം ഡോക്ടേഴ്സ് പറയുന്നത് ഇത് മിക്കവാറും ക്യാൻസറിൻ്റെ ഒരു പ്രശ്നമാകാനാണ് സാധ്യത എന്നാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് വിടുകയും ചെയ്തു. ആകപ്പാടെ ഒരു ബുദ്ധിമുട്ടിലായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരോടും പറഞ്ഞു മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം റിസൾട്ട് ഈസോഫഗസ് ഏരിയയിലെ ഈ പ്രശ്നം മാറണമെങ്കിൽ മരുന്ന് കഴിച്ചാൽ മാറുമോ എന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതും പ്രയോഗിക്കാം എന്ന് പറഞ്ഞ് ഞാൻ രാവിലെ 5:30 മണിക്കത്തെ പ്രാർത്ഥന എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ചെല്ലുന്നത്. അപ്പോൾ മോൾക്ക് ഈ ഭാഗത്ത് ഞാൻ പുരട്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഉപ്പും എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ബയോപ്സി ടെസ്റ്റിന് വിടാമെന്ന് ഇവർ പറഞ്ഞു. അങ്ങനെ ബയോപ്സിക്ക് അയച്ചപ്പോൾ ഈ ആകപ്പാടെ പ്രശ്നമായി, ഞങ്ങൾക്കെല്ലാം വിഷമമായി. എന്തായാലും മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല മോൾക്ക് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ചെറുതായിട്ട് അസിഡിറ്റിയുടെ പ്രശ്നമുണ്ട്, അത് മരുന്ന് കഴിച്ചാൽ മാറും എന്ന് പറഞ്ഞു. അതിന് മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പത്രം വാങ്ങിക്കുകയും എൻ്റെ സ്കൂളിലും പൊതുസ്ഥലത്തും ഒക്കെയാണ് ഞങ്ങൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും ഒക്കെ ഞാൻ കൊണ്ടുപോയി വിതരണം ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് സഹായത്തിനായിട്ട് വരുന്ന എല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട്. എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. അതെൻ്റെ വീട്ടിൽ പോലും അറിയില്ല, ആർക്കൊക്കെ കൊടുക്കുന്നുണ്ടെന്നൊന്നും ആർക്കും അറിയില്ല. ഞാൻ അങ്ങനെ സഹായം ചെയ്യാറുണ്ട്, ഞാൻ ആരോടും പറയാറില്ല. എൻ്റെ സ്കൂളിൽ തന്നെ അതുപോലെ പലരുണ്ട്, അവർക്കൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എല്ലാവർക്കും വേണ്ടി, ഇതിനെല്ലാം ഉപരി ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എപ്പോഴും. അതുകൊണ്ട് എൻ്റെ സ്കൂളിൽ ഇപ്പോഴും എല്ലാവരും പറയും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ടീച്ചറുണ്ടെങ്കിൽ ഈ ഒരു ടീച്ചറെ കാണുകയുള്ളൂ. അതുകൊണ്ട് സ്കൂളിലാണെങ്കിൽ എല്ലാ തവണയൊന്നും ഫുൾ A+ കിട്ടുന്ന ഒരു സ്കൂള് ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ടല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നും പറഞ്ഞ് 1000-2000 തവണ എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാനിരുന്ന് എഴുതുമായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് പറയും മറ്റു കുട്ടികളെ ഒന്ന് ഓർത്തേക്കണേ എന്നും പറഞ്ഞ്. ഏതായാലും ഇത്തവണ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ 2 പേർക്ക് ഫുൾ A1 കിട്ടിയിട്ടുണ്ട്. ബാക്കി 90% മേൽ 10-18 പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ട്. അതെൻ്റെ ഒരു വലിയൊരു സാക്ഷ്യമാണ്. സങ്കീർത്തനം 74:28 തിരുവചനം പറയുന്നു, എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു, അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. ജൂലി എന്ന സഹോദരി ഇവിടെ തൻ്റെ മനോഹരമായ സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ലഭിച്ച ഈശോയുടെ സാമീപ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. ഈശോയ്ക്കൊരായിരം നന്ദി പറയാം. സഹോദരി തൻ്റെ ഒരു ജോലിക്ക് വേണ്ടിയായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഈ വലിയ ആലയത്തിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചത്. തന്നെ ഒരു ലൈബ്രറിയനായി ഉയർത്തിയെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി സഹോദരി പ്രാർത്ഥിച്ചു. താൻ ഏത് മാർക്കാണോ അമ്മയോട് ചോദിച്ചത് ആ ഗ്രേഡ് പരിശുദ്ധ അമ്മ ഈ സഹോദരിക്ക് നൽകി. ഞാനപ്പോൾ വിചാരിക്കുകയായിരുന്നു, സഹോദരി ഒരു ചെറിയ ഗ്രേഡാണല്ലോ ചോദിച്ചത്, വലിയ ഗ്രേഡ് ചോദിക്കുമായിരുന്നല്ലോ. ജോസഫച്ചൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നിങ്ങൾ വലിയത് ആഗ്രഹിക്കൂ, പരിശുദ്ധ അമ്മ വലിയത് തരുന്ന ഒരമ്മയാണ്.
പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തി വലുതാണ്. അതുപോലെ തന്നെ മകൾക്കും 70% മാർക്ക് ചോദിച്ചത്. പരിശുദ്ധ അമ്മ ആ മാർക്ക് തന്നെ പെർസെൻറ്റേജ് തന്നെ കൊടുത്ത് നഴ്സിങ്ങിന് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലുണ്ടായി എന്ന് പറയുന്നു. അതിനിടെ മകൾക്കുണ്ടായ ഒരു അസുഖത്തെക്കുറിച്ച് സഹോദരി ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. മകൾക്കുണ്ടായ ഈസോഫഗസ് ഏരിയയിലുണ്ടായ ഒരു ഫംഗസ്, അതിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. ബയോപ്സിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് വളരെ അവരെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിന് ഫലമായി അതിന് നെഗറ്റീവ് റിസൾട്ട് വന്നു. അവർ വളരെയധികം സന്തോഷിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. സഹോദരിയുടെ പ്രാർത്ഥനാ ജീവിതം മറ്റുള്ളവർക്കെല്ലാം വളരെ പ്രേരണാദായകമാണെന്ന് പറയുന്നു. സ്കൂളിലുള്ള എല്ലാവർക്കും വേണ്ടി എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം ഇതാണ്. തൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ മക്കളും ജയിക്കുന്നതിനും അവിടെ എപ്പോഴും ഉന്നത വിജയമുണ്ടാകുന്നതിനും എല്ലാവർക്കും ഉന്നതി ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഈ സഹോദരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും അതൊരു വലിയ മാതൃകയാണ്. എൻ്റെ ആത്മീയ വളർച്ചയുടെ മാറ്റുരച്ചു നോക്കുന്ന സമയങ്ങളാണത്. എനിക്ക് വേണ്ടി മാത്രമാണോ, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് ഇത്രയും നൽകിയ മാതാവ് പരിശുദ്ധ അമ്മ മറ്റുള്ളവർക്ക് വേണ്ടി എന്തുമാത്രം പ്രാർത്ഥിക്കുകയില്ല, അപേക്ഷിക്കുകയില്ല. ഈശോ എനിക്ക് സമീപസ്ഥനാണ്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലും സമീപസ്ഥനാണെന്ന് പറയാനുള്ള ഒരു ധൈര്യം ഈ സഹോദരിക്കുണ്ടായി എന്നുള്ളതാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ഈ സഹോദരി നമ്മളോട് പ്രഘോഷിക്കുന്നത്. ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് ഈശോയ്ക്ക് വേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ ജീവിതാനുഭവങ്ങളിലെല്ലാം ഈശോ നിറഞ്ഞു നിൽക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ എനിക്കെല്ലാം സാധ്യമാണെന്നൊരു വലിയ സാക്ഷ്യമാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തത്. ജൂലിയുടെ കുടുംബത്തിനും വേണ്ടി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി വലിയൊരു കയ്യടി നൽകി നമ്മൾ ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.